രണ്ടാമത്തെ ദിവസം. രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം. അതിന് ആദ്യ ദിവസം നമ്മൾ വന്നതല്ലേ, അപ്പൊ ഇന്നാണ് പോകുന്നത് ഗൈസ്. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ. എളുപ്പമായിട്ട് പോവുകയാണ് 7 കിലോമീറ്റർ. കടഞ്ഞു പോവുകയാണെങ്കിൽ 11 കിലോമീറ്റർ. അതെ 210 രൂപയാണ് ചാർജ്. എയർപോർട്ടിൽ എത്തിയാണ് അങ്ങ് ചായ കുടിക്കുക. ഞങ്ങൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 9 മണി ആകുമ്പോഴേക്കും എത്താനായി പറഞ്ഞ്. 9 മണി കഴിഞ്ഞ് ബട്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 11 മണിക്കാണ് ഫ്ലൈറ്റിലെ. ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ ഒക്കെ എത്തിയാൽ മതി. പിന്നെ ഒരു ഫോർമാലിറ്റി കാണ്ടി എല്ലാവരും 3 മണിക്കൂർ എന്ന് പറയും. അതുകൊണ്ടല്ലോ നമ്മളെ എന്തെങ്കിലും കുടുങ്ങിയൊക്കെ പോയാലും അല്ലേ. അതെ പക്ഷെ നമ്മളെ കുടുങ്ങാൻ മാത്രം ഒന്നുമില്ല എന്ന് വിചാരിക്കാം. ഇനി കുടുങ്ങാനാ, ഇന്നലെയൊക്കെ കുടുങ്ങി വെച്ചാൽ ഇനി എന്ത് കുടുങ്ങാനായാലപ്പുറം. ഇനി നമുക്ക് നമ്മളെ കാണില്ല, തയ മാത്രം. ഗായസ് ചായ കുടിക്കണം. ബൈക്കുന്നുണ്ട്, വളരെ ബൈക്കുണ്ട്, വളരെ കാളുണ്ട്. നമുക്കിനി ബാക്കി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെ എന്നെ കണ്ടിക്കോ. നിക്ക്, ഞാൻ എൻ്റെ അടുത്ത് എത്തട്ടെ എന്നിട്ടോ. നമുക്ക് ആദ്യം ചായ കുടിക്കാൻ പോവാം ഗൈസ്. ക്ലബ്ബ് സുലൈമാനി ആര്യാസ് പ്യുവർ വെജ്. ടെർമിനൽ 3 അങ്ങോട്ടാണ്, നമുക്ക് ടെർമിനൽ 1 പോകേണ്ടത്. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ എയർപോർട്ട് ഔട്ട്ഫിറ്റ്. ഇതാണ്. എനിക്ക് ഇതിനൊരു ക്യാപ്പ് അതിനുണ്ടായിരുന്നത്, നമ്മൾ ഇപ്പോൾ ക്യാപ്പ് വെക്കുന്നില്ല. കൈ കഴുകി നമുക്കിനി ചായ കുടിക്കാം ഗൈസ്. ഇവിടെ എന്താ ഉള്ളത് നോക്കാം. അത് പ്യുവർ വെജാണ്, വെജ് ഷോപ്പാണ്. തോണിയാക്കുന്നത് മുടി പിടിച്ചിട്ട്. അപ്പൊ പിന്നെ ഫ്ലൈറ്റിൽ തണുക്കും. നമുക്ക് കഴിക്കാൻ എന്തൊക്കെ ഉള്ളത് നോക്കാം ഗൈസ്. കേരള പറാട്ട, ഇടിയപ്പം, പൊട്ടം, ചോലെ ബട്ടറ്, കള്ളപ്പം, എഗ്ഗും. പൊറാട്ട, എനിക്ക് പൊറാട്ട മതി. പൊറാട്ട ഒരു എഗ്ഗ് കറിയും. ഗായ്സ്, അങ്ങനെ നമ്മള് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് 3 പൊറാട്ടയും 1 മുട്ട റോസ്റ്റും 1 ചായയും. നാട്ടിലാണ് എത്ര റേറ്റ് വരും? 3 പൊറാട്ടക്ക് 15 റുപ്യ ചൂട്ടിയാൽ 45. ഒരു മുട്ടക്കറിക്ക് അല്ലല്ല, മിനിമം 15 അയക്കുന്നപ്പോൾ. പിന്നെ ഒരു മുട്ടക്കറിക്ക് മാക്സിമം ഒരു 50 റുപ്യ. 55 കൂട്ടിക്കോളി 100 റുപ്യ. പക്ഷെ നമ്മുടെ ബില്ല് 460 രൂപ. പക്ഷെ കുറ്റം പറയാനല്ല, എയർപോർട്ടാണ്. അതെ, ഞങ്ങൾ നേരം വൈകിയ കൊണ്ട് എയർപോർട്ടിൽ ചാടിക്കാൻ വിചാരിച്ചു. നേരം വൈകിട്ടൊന്നുമില്ല, കുടിച്ചൊക്കെ വന്നാൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കുടിക്കാൻ വിചാരിച്ചു. വേറെ കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. ഓട്ടോ ചേട്ടനോട് എവിടെയെങ്കിലും നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 100 റുപ്യ എടുത്താൽ മതിയേനും. 260 അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കില്ലല്ലോ എയർപോർട്ടിലേക്കൊക്കെ വരുമ്പോൾ. അതെ ഗായ്സ്, എനിക്ക് ഫ്ലൈറ്റ് തണുക്കാണ്ട് കാണിയിട്ട് ഞാൻ ഇതിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഫുട്ബോൾ സീസണൊക്കെ അതിനെ കൊണ്ട് ഞാൻ കോച്ചായതാ. എനിക്കൊരു ക്യാപ്പും ഒരു ഗ്ലാസ്സും കൂടി ഉണ്ട്, അവിടെ ഇട്ടിട്ട് കാണിച്ചു തരാം. കോച്ച് പിടിച്ചത് കണ്ടിട്ട് ക്രിക്കറ്റ് പ്ലെയറിന്റെ മാതിരിയല്ലേ നോക്കിയാണ്ടോ. ഞങ്ങൾ സ്പോർട്സിന് പോവുക. ടൂർണമെന്റ് ഉണ്ട് എവിടെ വെച്ചിട്ട്? ലക്ഷദ്വീപിൽ വെച്ചിട്ട് ടൂർണമെന്റ്.
ചായ ഇത്രയും അല്ല, ചായ 80 പറഞ്ഞതിന് വലിയ തരക്കേടില്ല. പിന്നെ ചെറിയ ഗ്ലാസും കൂടി ആയെങ്കിലും ഒരു വിഷമമായി പോയതിനും. ഇതിപ്പോൾ അത്യാവശ്യം ചെമ്പട്ടി ഉണ്ട്. നമ്മളാണോ? നമ്മളെ പൊറോട്ട കിട്ടി. ഇനി നമുക്ക് പൊറോട്ട കഴിക്കാം ഗൈസ്. പൊറാട്ട ഏന്തി വരുന്ന മിഷാൽ മുഹമ്മദ്. അത് തിന്നാനുള്ള പ്ലേറ്റ് വന്നില്ലല്ലോ. ഓലെങ്ങനെ 2 മുട്ടട്ടെ? നമ്മൾ ഒരു കറിയല്ലേ പറഞ്ഞേ? ഇത് 3 എണ്ണം വയ്ക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് 3 പൊറാട്ടേ 2 കോഴിമുട്ടേ ഒരു പ്ലേറ്റിൽ ഇട്ട് തന്നു. സ്പൂണ് വേണോ ഇത് എടുക്കാൻ? ഒഴിക്കല്ലേ ഇത് എടുക്കാൻ? സ്പൂണ് വേണോ ഒഴിക്കാനും? ഓക്കെ, ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളെ ഗായ്സ് അങ്ങനെ നമ്മളെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ക്യാമറമാൻ മിസ്രിക്കൊപ്പം മുഹമ്മദ് മിഷാൽ MK. ആ സാധനങ്ങളൊന്നും ഇല്ലേ? അതിലെൻ്റെ മറ്റേ ഇതൊക്കെ ഇല്ലേ? എൻ്റെ മറ്റേ മുറി കെട്ടണം, ആ പ്രശ്നമില്ലല്ലോ. കത്രി ഗായ്സ്, ഇവിടുത്തെ ഗോൾഡ് നോക്കി. പറക്കാട് ജ്വൽസ് ലേഡ് വിത്ത് പ്യോർ ഗോൾഡ്. ഇതാ നിഷാറിയാട്ടത് എടുത്ത് ഒറ്റ ഇടണോന്ന്. നമുക്ക് ഗേറ്റ് 10 പോകേണ്ടത്. ഇവിടെ 6 വരെ കാണുള്ളല്ലോ. സംഭവം അത് പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ ഇന്നലാണ് അറിഞ്ഞത് എന്നാണ്. പക്ഷെ ഇന്നലാണ് ഞങ്ങൾക്കൊരു പോകുന്നുണ്ട് എന്ന് അറിഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തന്നല്ലേ രാത്രിയാണ്. അതുകൊണ്ട് ഞങ്ങളെ കോസ്റ്റ്യൂം ചിലപ്പോൾ വലിയ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് അതാണ് ഒരു ടെൻഷൻ. കാരണം അത്ര സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് നല്ല കോസ്റ്റ്യൂം ഇല്ലെങ്കിൽ മൊത്തത്തിൽ ചടപ്പാം. അല്ലെ പിന്നെ വല്ല സോളോ ട്രിപ്പ് എങ്ങനെ ആയിരിക്കും. അതാകുമ്പോൾ ട്രൗസറൊക്കെ ഇട്ട് ഇങ്ങനെ കുന്നും മലയും കയറി നടക്കാം. അങ്ങനല്ലേ, ഇതൊരു ആൾക്കാർ കാണുന്നതാണല്ലോ. മറ്റേതാരും കാണുന്നില്ല. എന്ത് ചെയ്താൽ എനിക്ക് തോന്നിയ പോലെ നടക്കാലോ. ഇതിപ്പം നമ്മൾ ഗേറ്റ് 5 എന്തിനാ ഗേറ്റ് 5ഉം 6 തമ്മിൽ കുറച്ചൊരു ഇത് മാത്രമേ കൊടുത്തില്ലല്ലോ? എന്താ ബാക്കിയുള്ള ഗേറ്റ്സ് ഒക്കെ തമ്മിൽ കുറേ ദൂരം ഉണ്ടല്ലോ. നമുക്ക് ഓലയൊക്കെ ഫ്ലൈറ്റ് പോവാനായതുകൊണ്ട് എടാ പോയിക്കാട്ട് നമ്മളെന്തെങ്കിലും സെലിബ്രിറ്റീസിനെ കാണിക്കുമല്ലോ. ഞാൻ ചോദിച്ചെങ്കിൽ ക്യാമറ വാങ്ങി തിരിച്ച് കാണിക്കുകയാണ്. ഞങ്ങളെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ബസ് കയറി. ബസ് കയറി ഇനി ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ ബസ് കയറിയാണ് പോകുന്നത്. ആദ്യം ഞങ്ങൾ ട്രെയിൻ കയറി വന്ന്, പിന്നെ ഞങ്ങൾ ഓട്ടോ കയറി വന്ന്, ഇനി ഞങ്ങൾ ബസ് കയറി പോന്നു. ഒന്ന് ഫ്ലൈറ്റ് കയറണ എന്തൊക്കെ കഷ്ടപ്പാടാൻ നോക്കണേ. ആവില്ല. പക്ഷേ കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്നത് വേറെ ലെവലായിരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ വിചാരിക്കുന്നത്. ഇനി പാടത്തിച്ച് മഴയൊന്നും പെയ്ത് ഞാൻ ആകെ കൊളാബ്ലി ആവൂലായിരിക്കും. അടുത്തിട്ട് കാണാം ഗായ്സ്. ഒരു ബൈ പറയും. അടുത്തിട്ട് കാണാം ഗായ്സ്. ഞങ്ങളെ ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നത് എയർ ഇന്ത്യ ആണെന്ന്. ഞാനൊരു എമിറേറ്റ്സ് ഒക്കെ പ്രതീക്ഷിച്ചു. അപ്പം നമുക്ക് ബസ് എടുത്ത് ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറാൻ പോവാം. ഈ ചെറിയതാന്ന് തോന്നുന്നു. ഈ നീല കളറുള്ളല്ലേ? ആളൊന്നും ഇങ്ങോട്ട് നടന്നാ തീനല്ലോ. ഫാനോ?
അല്ലേ ഫാന് ഒരു മറ്റേ ഒരു സാധനത്തിന്റെ ഉള്ളിൽ കയറ്റല്ലേ ഉണ്ടായാല് അതങ്ങനെ പക്ഷികളൊക്കെ കൊണ്ടാ ചത്തൂലേ വേഗം മറ്റേ ഉള്ളിൽ പോവാൻ കുറച്ചൊരു പണിയല്ലേ ഇത് കണ്ടില്ലേ ഗായ്സ് അങ്ങനെ നമ്മൾ ഇറങ്ങി ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറണം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് വീഡിയോ അലൗഡ് അല്ല അങ്ങനെ പറഞ്ഞു ഞങ്ങളോട് ഞാൻ ആ താഴെ നിന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു വിഷ ബുക്ക് പഠിക്കാണ് ലക്ഷദ്വീപിലെത്തിയിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട് ബുക്കൊന്ന് കാണിക്കോ ഇംഗ്ലീഷിലത്തെ ബാലരമ ഇതിൻ്റെ പേര് ഉലൂപ്പി ഭാരത് ആൻഡ് അൺബൗണ്ട് എൻ്റെ ഫേസിൽ എന്തൊക്കെയോ ഉണ്ടാവുന്നുണ്ട് ആകെ ചത്താണ് ഫേസൊക്കെ ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോകണം ട്രിപ്പ് പോയി വന്നിട്ട് വേണം പോകാൻ ഞങ്ങൾ ഒരുമിച്ച് പോകും മിഷാക്ക് കൈക്ക് ചൊറി എനിക്ക് മുഖത്ത് നിറച്ച് പിമ്പിൾ ഇതാ മിഷാൻ്റെ കൈമ നോക്കി ഫുള്ള് ചൊറിയാ ഒന്നല്ല വന്നപ്പോൾ തൊട്ട് ചൊറിയാ ചൊറിന് ഫുള്ള് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ട് എനിക്ക് കഥ പറഞ്ഞുണ്ടോ ഞങ്ങളുടെ അടുത്തുള്ള ക്യാരറ്റ് കേക്ക് ലഡു ഒക്കെ തിന്നാണ് താ എനിക്ക് താ തരൂലേ ഞങ്ങൾക്ക് മുട്ടായി ഒക്കെ കൊണ്ടുവരുന്നുണ്ട് മെല്ലോ ആണ് മെല്ലോ എനിക്ക് മെല്ലോ കൂടി വേണ്ടി നമ്മളെ ഫ്ലൈറ്റ് എടുത്ത് കഴിച്ചു നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഗായ്സ് ഞങ്ങൾ രണ്ടാളോ കുറച്ച് ഞാൻ കുറച്ച് ഉറങ്ങിക്ക് ഇനിയോ ഉറങ്ങിയല്ലോ ഒന്ന് കണ്ണ് കളിപ്പോൾ എണീച്ചപ്പോഴേക്കും ലാൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നത് ഉറങ്ങിയില്ല കണ്ണടിച്ചിരുന്നു ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ അയക്കണേ ഗായ്സ് നല്ല അടിപൊളി വ്യൂ കണ്ടു കഴിഞ്ഞ് ഇനി ഞാൻ കാണിച്ചു തരാം നോക്ക് പകുതി ഒരു ഇതാ സ്കൈ ബ്ലൂ പോലത്തതും അങ്ങോട്ട് ഡാർക്ക് ബ്ലൂ പോലത്തതും വെള്ളോ ഗായ്സ് കാണിച്ചു തരാം നോക്കതാ നമ്മളിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഓലയില് ഗായ്സ് വല്ല ലാൻഡിങ് രസമല്ല ലാൻഡിങ് ഒരുമാതിരി കൊണ്ടുവന്ന് ഇട്ടം പോലെ ഇട്ടാഞ്ഞ് അല്ലേ ലാൻഡിങ് ഒരു തൃപ്തികരമായില്ല നമുക്ക് 10-ൽ 8 മാർക്ക് കൊടുക്കാം 8 തന്നെ അധികം അല്ലേ ഇത് പൊതുവെ അങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യല് ഫ്ലൈറ്റ് അല്ല അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലെത്തി അൽഹംദുലില്ലാ
മാഷാല്ലാ അടിപൊളി. നല്ല വെയിലുണ്ട് ഗായ്സ് ഇവിടെ. സൂപ്പർ വെയിലാണ്. ഇതാണ് ഞങ്ങൾ ഫ്ലൈറ്റ്. ഇവിടെ കുറെ നേരം വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ. ഇവിടെ വേറെയും കുറേ ആൾക്കാർ വന്നിക്കണേ. ചുറ്റുപാടും ഞങ്ങളെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. ഓവർ വിശാൽ ഫ്ലൈറ്റിൽ നിന്ന് ഫുൾ ക്യാരറ്റ് കേക്ക് തിന്ന് പള്ളം നിറച്ച് കുത്തിരിക്കുന്ന ഇരുത്താണ് ഈ കാണുന്നത്. ഓവർ കുരുവൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. അതിലൊന്നും ഇങ്ങനെ ഡിപ്രസ്ഡ് ആവരുത്. വിശാലം കണ്ടിട്ട് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയറിനെ പോലല്ലേ. ബട്ട് ഓൻ പറയുന്ന റാപ്പറാണെന്നാ. റാപ്പർമാരിടുന്ന ആക്ഷൻ ഒന്നിട് കണ്ട. എപ്പോഴും ഔട്ടോണ്ടിരിക്കും റാപ്പറാണെന്ന് പറഞ്ഞിട്ട്. പുതിയ മാലൊക്കെ വാങ്ങിക്ക് കള്ളന് കാണിക്ക്. എത്ര റുപ്യായി? പൈസ നോക്കില്ല. റിച്ച് തന്നെ. 400 റുപ്യൻ്റെ മാലയൊക്കെ. സിൽവറാണോ അല്ലേ? കിട്ടുമല്ലോ. ശരിയായിട്ടുള്ളൂ. ഒരു റിങ്ങിനുണ്ട് സിൽവർ. എനിക്ക് പണ്ടൊരു റിങ് എന്ന് ഓർമ്മയുണ്ടോ? ആദ്യത്തേതോ? ഒറ്റ റിങ് അല്ലേ ചെറിയ? രണ്ടെണ്ണം വന്നീനു. രണ്ട് പേർക്കൂടെ സെയിം പ്രൈസാണ്. 700-800 ഒക്കെ. ഓക്കെ അന്ന് ഗോൾഡ് വാങ്ങാനുള്ള ത്രാണി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ത്രാണിയല്ലേ എന്ന് കോളേജ് പഠിക്കുമ്പോഴോ? ത്രാണിയാണ് ധൈര്യം. അങ്ങനത്തെ മീനിങ് അല്ലേ? അല്ലല്ല, അതിനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് ഫിനാൻഷ്യലി. ഗായ്സ് ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇനി ബോർഡിംഗ് പാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. ഇവിടെ അത് കഴിയുന്നവരെ കണ്ടിരിക്കാൻ നമുക്ക് ലക്ഷദ്വീപിൻ്റെ ഫുൾ വ്യൂവിൽ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ അഗത്തിയിലേക്കാണ് പോകുന്നത്. കൊച്ചി ടു അഗത്തി. ഇതാണ് അഗത്തി. ഓക്കെ, ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിറങ്ങി നമ്മൾ ആദ്യം തന്നെ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന പട്ടാൾക്കാർ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. തെളിഞ്ഞ വെള്ളത്തിൽ ആമനെ കൊണ്ടുപോയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഉള്ള ആമ അല്ല എന്നാണ്. പിന്നെ ഞങ്ങൾ കൊച്ചി ടു വേറെ സ്ഥലത്തേക്ക് മിനിക്കോയിൽ പോയി പിന്നെയും കൊച്ചിക്ക് തന്നെ പോകും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടെ കുത്തിന്നൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരമായി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷിപ്പ്. ഷിപ്പിൻ്റെ പേര് ടൈറ്റാനിക് 02. കണ്ടോ മുകളിൽ കോർട്ടൊക്കെ ഉണ്ട്. ആൾക്കാർ വരിയായി ഇറങ്ങുന്നത്. ഇവിടെ മസാജ് സെൻറ്ററൊക്കെ ഉണ്ട്. ലൈഫ് ബോട്ട് നമ്പർ 1. ബോട്ടിൻ്റെ ഉള്ളിലാണ് ഈ മസാജ് സെൻറ്റർ. പിന്നെ ടോയ്ലറ്റ് ഉണ്ട്. നോ സ്മോക്കിംഗ് ആണ്. ആരും ഷിപ്പ് കയറിയിട്ട് ഇതാണ് ബെഡ്റൂം കേട്ടോ. ആരും ഷിപ്പ് കയറിയിട്ട് സിഗരറ്റ് വലിക്കരുത്. ഇനി നമുക്ക് ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പോവാം. ഇതാണ് ഷിപ്പ് കരയിലേക്ക് അടുപ്പിച്ച് തരുന്ന ആൾക്കാർ. ഇത്രയും വലിയ ഷിപ്പ് ഇവർ 2 ആൾ കൂടിയാണ് അടുപ്പിക്കുക. ഷിപ്പിൻ്റെ ഉള്ളിൽ ക്ലാസ് റൂം വരെ ഉണ്ട്. വാവ്, സൂപ്പർ. ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. എനിക്കൊരു അബദ്ധം പറ്റി. എഗെയിൻ ഷിപ്പ് എല്ലാവരും കൂടി കയറ്റി ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കപ്പിൾസിൻ്റെ റൂം. വാവ്, അത്യുഗ്രൻ ബാൽക്കണിയോട് കൂടിയുള്ള റിസോർട്ട് നിങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കുന്നു ലക്ഷദ്വീപ്. ഹൈവ, ഇപ്പോൾ ഇത് ബ്ലറാവും. കണ്ടോ റൂം കയറി ബെഡ്റൂം സീൻ കാണിക്കുമ്പോൾക്ക് വലുത് ബ്ലറാക്കിക്കാളാം. പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട്. രാവിലെ തന്നെ യോഗ ക്ലാസ് ഉണ്ട്. പിന്നെ നമുക്ക് ബെയർ ഫുഡ് കോൺഫറൻസസ് ഉണ്ട്. ഇവിടെ ഒരു മണ്ടത്തി പോയിൻ്റ് ഹീലോട്ട് വരും മണലിൽ നടക്കാൻ. എന്നിട്ട് അവൾ ചെരുപ്പ് ഒരു ആസ്വദിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു റിസോർട്ടിലേക്ക് പോയി കരിക്കും വെള്ളം കുടിക്കും ചേസൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് ആടുന്ന പോലെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ബാസ്ക്കറ്റ് ബോളല്ല വോളിബോളൊക്കെ കളിച്ച് പോലെ തിരിച്ചു പോകും. പിന്നെ ഇതാണ് ഐലൻഡ്. ഇത് ഏത് ഐലൻഡാണെന്ന് എനിക്കറിയില്ല.
ഞങ്ങൾ ഈ സ്കൂബ ഡൈവിങ് നീൻ്റെ ഉള്ള കൂടി ഇറങ്ങാൻ പോകണ്ട. അവിടെ ഒരാൾ മൂലയിൽ കണ്ട ഒരാൾ. ഇവിടുത്തെ തിരമാല, ഇവിടെ പച്ചക്കടലാണ് ഗൈസ്, ഉള്ളിൽ നീല വെള്ളവും മഞ്ഞ മീനും. ഇവിടെ ഈ മത്സരമുണ്ട്. ഒരുത്തനെ നിരാശകാമകനായി നടക്കുന്നു. ഞാനും ഇഷ കൂടി സ്കൂബ ഡൈവിങ്ങിന് പോകുന്നു. പിന്നെ ഞങ്ങൾ കൊച്ചി ടു അഗാത്തിയിലേക്ക് പോകുന്നു. അതെനിക്കറിയാം. ഇനി ഞങ്ങൾ തിരിച്ചതാ പുരേക്ക് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. നമ്മളിങ്ങനെ വണ്ടി കയറി ഗൈസ്. ഇനി നേരെ റൂമിലേക്ക് പോവാണ് ഗൈസ്. ഇപ്പോൾ നോക്കി നമ്മളതിൽ ബാഗിൽ എന്തെങ്കിലും ലിക്വിഡ് മറ്റേ ആൽക്കഹോളിക് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇവിടെ ഒരു ഡ്രൈ ഏരിയ ആണ്. ഇവിടെ അങ്ങനത്തെ ഒരു സാധനങ്ങളും പറ്റൂല. പക്ക നീറ്റാണ് പരിപാടികളൊക്കെ. അടിപൊളി ഗൈസ്. ഇതാണ് ഇവിടുത്തെ സ്കൂള്. ഇവിടെ ടൈ ഒക്കെ ഉണ്ട് യൂണിഫോമിന്. അങ്ങനെ പോയി വരാൻ പറ്റൂ? ആ ശരിയാ. ആ ഇത് ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ പോകാം. നമുക്ക് ഇവിടെ ടോട്ടൽ 36 ഐലൻഡ് ആണ് ടോട്ടൽ. അതിൽ ആൾത്താമസമുള്ള 10. എന്താ പറയാ സ്കൂളുകളൊക്കെ ഉണ്ട്. അതിൽ 3 ഐലൻഡിലാണ് നമുക്ക് കോളേജുകൾ വരുന്നത്. ഇവിടുന്ന് 1 to 12 വരെയാണ് ബാക്കി ഐലൻഡിൽ ഉണ്ടാവുള്ളൂ. മറ്റേ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് കോളേജ് പഠിക്കാനായിട്ട് നമുക്ക് മറ്റേ ഐലൻഡിലോട്ട് വേണമെങ്കിൽ അങ്ങനെ പോവാം. ഇല്ലെങ്കിൽ കേരളത്തിൽ പോയി പഠിക്കാൻ അവരവരെ ഇഷ്ടമാണ്. പിന്നെ കേരളത്തിൽ പോകുമ്പോൾ നമുക്ക് നമ്മളെ ഇവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. സെൻട്രൽ ഗവൺമെന്റിൽ കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ നമുക്ക് കേരളത്തിൽ പോയി പഠിക്കുമ്പോൾ കിട്ടണമെന്നില്ല. ബാക്കി എല്ലാ ദ്വീപുകളും 1 to 12 വരെ ഉള്ളൂ. പിന്നെ ലാംഗ്വേജിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമ്മളിവിടെ ജെസരിയാണ് സംസാരിക്കുക. ജെസരി ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് മലയാളം പറഞ്ഞത്. ജെസരി ഇപ്പം ഞാൻ മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് എന്ന് പറയുന്നത്. മലയാളം പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 10 ആൾത്താമസമുള്ള ദ്വീപിൽ ഒരു ഐലൻഡിൽ മാത്രം മഹൽ സംസാരിക്കും. മിനിക്കോ ഐലൻഡിൽ മഹല സംസാരിക്കുക. അവർക്ക് ലിപിയൊക്കെ ഉണ്ട്, നമുക്ക് ലിപിയൊന്നും ഇല്ല. നമ്മൾ എഴുതുന്നത് മലയാളമാണ്. പിന്നെ എന്താ പറയാ, ഇവര് മിനിക്കോയ്ക്കാർ മാത്രം മഹല, അവര് മഹലെ സംസാരിക്കൂ. എഴുതാനുള്ള ലിപിയൊക്കെ ഉണ്ട് അവർക്ക്. അവർ ശരിക്കും മാലിക്ക് അടുത്താണ്. സംഭവം ലക്ഷദ്വീപാണ്. മാലിക്ക് അടുത്താണ് അവർക്ക്. മാലിക്ക് കുറച്ച് അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ല അവർക്ക്. അതാണ് മാലിയോ അവര് സെയിം ലാംഗ്വേജിലോട്ട് വരുന്നൊരു മഹലായിട്ട്. അവർ ഞങ്ങളെ വിളിക്കുന്ന ദ്വീപാരാണ്. അവര് ദ്വീപാരാണ്. അറിയില്ലെന്ന് തോന്നുന്നു. എല്ലാം കൊണ്ടൊരു കൾച്ചറൊക്കെ വേറെയാണ്. ഒരു ഡ്രസ് കോഡ്, പെണ്ണുങ്ങളുടെ ഡ്രസ് കോഡ്. നമ്മളിതേപോലെ ഇങ്ങനെ ഈ സാരി മറ്റെന്താ പറയാ മാക്സി ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറവാണ്. അവിടെ ഒരു പ്രത്യേകത ഒരു നമ്മുടെ ഹിജാബ് മാതിരിയുള്ള ഒരു വേറെ ടൈപ്പാ. അടുക്ക് ഒരു ബെൽറ്റ് ഉള്ള മാതിരി. ബെൽറ്റ് ഒന്നും അല്ല. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ദ്വീപ്. ഇവിടുന്ന് മാലിക്കടുത്ത് കുറച്ച് ദൂരെ. നമ്മളപ്പോ ഏറ്റവും ദൂരെ കിടക്കണേ. കൊച്ചിന്ന് ദൂരെ അകത്തി വരും. ബാക്കിയൊക്കെ കുറച്ചുകൂടി അടുത്താണ്. അങ്ങോട്ട് വരും. നമുക്കിപ്പോൾ കപ്പൽ വരുമ്പോൾ നമുക്ക് ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം അഗത്തിക്കാർക്ക് കുറച്ച് ടിക്കറ്റ് ഫെയർ കൂടുതലാണ്. ചുറ്റും വീടുകളാണ് ഗായ്സ്. ഞങ്ങൾക്ക് ഈ 3 ദിവസം ഇവിടെ തന്നെയാ. നിങ്ങളെ കറക്റ്റ് എനിക്കറിയില്ല. നമ്മളെ ഫണ്ട് മാത്രം ഹയർ ചെയ്തോളൂ. നിങ്ങളെ ഐറ്റിനറിയോ അല്ലെങ്കിൽ നിങ്ങളെ പാക്കേജിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലേ. ഇവിടുന്ന് കവരത്തി നമുക്ക് അടുത്താ. എന്ന് വെച്ചാൽ ഒരു ഫെറിയിലാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഫെറിയിൽ ഇരിക്കണം. ഫെറി ഇപ്പോൾ ഓഫ് സീസൺ ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ കപ്പലിൽ ഏകദേശം അത്രയായിരിക്കാം, അതിനേക്കാൾ കുറച്ച് കൂടി ഇരിക്കേണ്ടി വരും. ഫെറി ആകുമ്പോൾ ഒരു 1 മണിക്കൂർ 45 മിനിറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ബസ് ഉണ്ടാവില്ലല്ലേ? ഇവിടെ പോകുന്ന ബസ്സിൽ അപ്പൊ എല്ലാവർക്കും ഈ ബൈക്കും എല്ലാ വീട്ടിലും ബൈക്ക് ഉണ്ടാവും. ബസ് പഞ്ചായത്ത് ബസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ഓട്ടോ തൊഴിലാളികൾക്കൊന്നും പഞ്ചായത്ത് ഓടുന്നുണ്ടേ നമുക്ക് എന്തില്ല, കിട്ടുന്നില്ല, ഓട്ടം കിട്ടുന്നില്ല. പിന്നെ അത് സ്വാഭാവികമായിട്ട് അത് പിന്നെ 1-2 ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂണിയനാണ് ഓട്ടോ. അവര് രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവരെ വെറുതെ ഇരുത്തുന്ന മാതിരി ബസ് വിടുമ്പോൾ
അങ്ങനെ അത് ഒഴിവാക്കി എന്തൊക്കെയോ ആയി അങ്ങനെ. വൈകുന്നേരം മറ്റെന്താ പറയാ ഷൂ അങ്ങനത്തെ ഒന്നും ഇടണമെന്നില്ല കേട്ടോ. ഫോട്ടോ എന്തെങ്കിലും എടുക്കണം, ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ നനഞ്ഞു കൂടുതൽ ആൾക്കാർ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങും. പിന്നെ ഇല്ല നമ്മള് നോർമൽ ചെരുപ്പ് എടുത്തിട്ടാ വന്ന് ഷൂ എടുക്കാതെ. ഇല്ല ചിലർ അങ്ങനെ വരുന്നേ ഇറങ്ങി നമ്മൾ പറയാൻ മറന്നു വരും. പിന്നെ ഫോട്ടോ എടുക്കുമ്പോ നടക്കാൻ ബുദ്ധിമുട്ട്. ബീച്ചിൽ ഇറങ്ങുമ്പോൾ ചെരുപ്പ് വെച്ചാൽ മതി വണ്ടിയിൽ. ഫോട്ടോസൊക്കെ ഞാൻ എടുത്തരാം. കോഴിക്കോട് എവിടെ സ്ഥലം? താമരശ്ശേരി. താമരശ്ശേരി. നമ്മളെ കൂടെ വന്നോലൊക്കെ ഇവിടെ തന്നെ അല്ല ഒരു വേറെ നമ്മൾ മാത്രം സെപ്പറേറ്റാ. നിങ്ങൾ ഈ റിസോർട്ട് എന്നോട് പറഞ്ഞു. ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട് വരുന്നത്. മെയിൻ കാര്യം നമ്മളെ വ്യൂ നോക്കണം ഗായ്സ്. എന്ത് രസാ, എന്ത് കാറ്റാ അവിടെ ഇരിക്കാന്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ട. സൂപ്പർ സൂപ്പർ. ഗായ്സ് നമുക്ക് റൂമിൻ്റെ വ്യൂ കാണാം. ചടേ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കട്ടിൽ, ബെഡ്, ഇപ്പുറത്തെ സൈഡിൽ ഒരു വലിയ മിറർ ഉണ്ട്. ഇവിടെ നമുക്ക് കൊതുകുതിരി. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു ടേബിൾ. ഇവിടെ നമ്മൾ ലഗേജ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്. അപ്പുറത്തൊരു സൈഡ് ടേബിൾ ഉണ്ട്. പിന്നെ നമ്മളെ ഫുഡിൻ്റെ ടൈമിംഗ് ഇവിടെ ഉണ്ട്. നമുക്ക് രാവിലെ 7:15 ചായ, മോർണിംഗ് ടീ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറുണ്ട്, ലഞ്ച്, ഈവനിങ് ടീ, ഡിന്നർ. നേരത്തോല് വന്ന് കോഫിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബാത്റൂം വിസിറ്റ് ചെയ്യാം. നല്ല ബാത്റൂമാണ് ഗായ്സ്, കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളെ റൂമിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഗായ്സ് ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണാൻ 2 സൈഡിലും 2 ജനലുണ്ട്. നമുക്ക് തൽക്കാലം അടിച്ചു വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൽ നമുക്ക് തുറന്നിട്ടില്ല. ഇതിൽ നമുക്ക് നമ്മളെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിടാം. മസാല ഇവിടെയാണ് കഴിച്ചിട്ടിരിക്കണേ. കാണുമ്പോൾ ഇടിങ്ങേറ്. ഇതിൻ്റെ ഉള്ളിൽ കിട്ടാൻ കാണൂലോ. ഇവിടെ കൊണ്ടേക്കാം. നമുക്കിനി നേരെ ഫുഡ് കഴിക്കാം. ഇത് ഇവിടുത്തെ ഇറച്ചിച്ചോറാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല മണല്ലേ. സാലഡ്, മീൻ ചോറ്, നല്ല മണം. പരിപാടി കൊള്ളാൻ നോക്കാം. ഇവിടുത്തെ പപ്പടം നോക്കി. മാങ്ങയുണ്ട്, ഉപ്പിട്ടതാ. ഇനി ഞാൻ വളമ്പട്ടെ. ഇതെന്താ പൊന്തിച്ചു കീലെന്താന്ന്? ഓക്കെ, ഇനി ഞാൻ വളമ്പട്ടെ. അങ്ങനെ ഉറങ്ങിപ്പോയി ഗായ്സ്. ഇപ്പോൾ ചായ അടിക്കാൻ മുട്ടി വിളിച്ചപ്പോൾ പറയുന്നത് വിശാ പുറത്ത് പോകാൻ കുളിക്കുകയാണ്. നല്ല സുഖം കിടന്ന് പറയാൻ. ഇന്നലെ ഉറക്ക് ശരിയായില്ലല്ലോ. രാത്രി ട്രെയിൻ കയറി 3 മണിക്ക് എത്തി. പിന്നെ രാവിലെ വേഗം എണീച്ച് 4 മണി കഴിഞ്ഞു. ഇനി വേഗം മാറ്റുമ്പോൾ പുറത്ത് പോകണം. നമുക്ക് പോയി ചാടിച്ച് റെഡി വരാം. കാറ്റ്, ഭയങ്കര കാറ്റായിട്ടൊന്നും പറയാനോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ വന്നത് ഭയങ്കര വെയിലല്ല, ഭയങ്കര വെളിച്ചവും കാറ്റും ഒക്കെ ആയിട്ട് ഡാർക്കാണ്. ഇപ്പൊ എവിടെ വന്നത്? നമ്മളിപ്പോ ഉള്ളത് ഏതോ ഒരു ജെട്ടിയിലാണ്. ഇവിടെ നാന്നില്ല, ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ നടത്തില്ല. ഇതാണ് നമ്മളെ ഗൈഡ്. നമുക്ക് എല്ലോ കാണിച്ചു തരുന്നതും വിശദീകരിച്ചു തരുന്നതാണ്. നിങ്ങളെ പേരെന്തേലും?
അയ്യൂബ് ഖാൻ എന്നാണ് പേര്. ഈ സ്ഥലത്തിന്റെ പേര് വെസ്റ്റേൺ ജെട്ടി കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. പക്ഷെ നല്ല കാറ്റോണ്ട് ഫോൺ പിടിക്കാനാകുന്നില്ല, ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ ചെയ്ത് കൊടുക്കാം. അടിപൊളി ഗൈസ്, നേരിട്ട് കാണാന്. ഇത് കുറച്ചും കൂടി മീൻസ് മണലിങ്ങനെ പ്യുവർ മണലിങ്ങനെ നമുക്ക് മുകളിൽ കാണാൻ പറ്റില്ല, അത്രയും ക്ലിയർ വാട്ടർ ആവാൻ പോലും. ബട്ട് ഇപ്പം എന്തോ കാരണത്താൽ ക്ലിയർ വാട്ടർ അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റാത്ത ഈ ഒരു എന്താ പറയുക, ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ട്, ഗ്രീൻ ബ്ലൂ കളർ. ഓക്കെ ഓക്കെ, അതാണ് പെട്രോൾ. നമുക്ക് ഇവിടെ വരുന്ന പെട്രോൾ ബാരലാ വരാ. അതെ, ഞാൻ വരുന്ന സമയത്ത് കൊറേ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വേറെ ഐലൻഡിലോട്ടൊക്കെ പോകാൻ വേണ്ടി വെക്കുന്നത്. പിന്നെ പെട്രോൾ പമ്പ് ഒരു വണ്ടിക്ക് 10 ലിറ്റർ ഡെയിലിയോ മാസത്തിൽ ഒരു ദിവസം കിട്ടുള്ളൂ കുട്ടിയെ. മാസത്തിലൊരു ദിവസം 10 ലിറ്റർ ഫുള്ളൊന്ന്. പിന്നെ എങ്ങനെയെങ്കിലും മറ്റേ ഉപയോഗിക്കാത്ത വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ കാർഡ് എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് അങ്ങനെ പോകും. പിന്നെ അതിനേക്കാൾ മുള്ളംപന്നി, ആ വൈറ്റ് പിന്നെന്താ ഒന്ന് റിവേഴ്സ് എടുക്കാം. എന്താ സാധനം എനിക്കൊന്ന് കാണണ്ടേ, ഒരു വൈറ്റ് സാധനം തേങ്ങയാണ്. ഞാൻ കാണുന്നത് എന്ത് മീനാണത്? മീനാ? അത് ഡെഡായി പോയി, ചത്തുപോയി. ഇതേത് മീനാണ്? ഇതേത് മീനാ? തൊമ്പ് എന്ന് പറയും. ഇത് കഴിക്കാൻ പറ്റുന്ന ടൈപ്പാണോ? കഴിക്കുന്ന ടൈപ്പൊക്കെ ഉണ്ട്. ഓ, ഇതെന്താ എങ്ങനെ മുള്ളി? അത് ചത്തു പൊങ്ങിയതാ. എന്നുവെച്ചാൽ ഓരോ മീനുകൾക്കും രക്ഷപ്പെടാൻ വേണ്ടിട്ട് ദൈവം കൊടുത്തേക്കുന്ന കഴിവുകളാണ്. അതിന്റെ അടുത്തോട്ട് വരുമ്പോ മാത്രമേ ആ മുള്ളുകൾ പുറപ്പെടുള്ളൂ. പിന്നെ അങ്ങനെ ബോളായി വരുന്നത് ചത്ത് കഴിയുമ്പോഴാണ്, അല്ലാതെ നോർമലി ഇത്രേ ഉണ്ടാവുള്ളൂ. മുള്ളംപന്നി സെയിം ആ ഒരു ഇതില്ലേ? ഞാൻ വിചാരിച്ചത് മുള്ളംപന്നി, എവിടുത്തെ മുള്ളംപന്നിയാന്ന് വിചാരിച്ചിട്ടോ. അതിന്റെ നിപ്പ് കണ്ടിട്ട് ഇതാ ഉണ്ടോ? ഓക്കെ ഓക്കെ. കടലിലുള്ള മറ്റേ കരയിലുള്ള ജീവിയേക്കാൾ കടലിലുണ്ടാവും വെറൈറ്റി ഇല്ലേ? ഇപ്പൊ കടലാന, കരയിലും ആന, കരയാവുണ്ടല്ലോ നമ്മളവിടെ ഇങ്ങനെയുള്ള ബോട്ടുകളായിരിക്കും. പിന്നെ ഇപ്പൊ നമുക്ക് വീൽ ഹൗസ് ബോട്ട്. ഇത് ഓരോരുത്തേക്ക് പിടിച്ചോ, പറയുന്ന കേൾക്കണല്ലോ. ശരി, അത് അവിടെ വെച്ചാൽ കേൾക്കാമല്ലോ. മറ്റേ ഫിഷിംഗ് ബോട്ടുകളാണ് ഇതൊക്കെ. ഇപ്പൊ വരുന്ന ബോട്ടുകളാണ് ഇപ്പൊ കടലിൽ കാണുന്നുണ്ട്, വീൽ ഹൗസ് ഒക്കെ ഉള്ള ഇത്. അപ്പോൾ ഇതിലിപ്പോ കുറച്ച് സൗകര്യം കൂടി വരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അതിൽ റൂം, പിന്നെ ഫിഷർമാൻമാർക്ക് കിടക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള. പിന്നെ ഫ്രീസർ, ഈ ചെറിയ ചെറിയ ബോട്ടുകളിൽ ഫ്രീസർ സൗകര്യം ഒന്നും ഉണ്ടാവില്ല. ആ ബോട്ടിന്റെ നമ്മൾ നടക്കുന്ന സ്ഥലമില്ലേ, അതിന് താഴോട്ട് ഫുള്ള് ഫ്രീസർ ആയിരിക്കും. ഫുള്ള് ഒരു എത്ര കണക്ക് 10 കണക്കിന് മീനുകൾ നമുക്ക് ഇവിടുന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകളാണ് കാണുന്നതൊക്കെ. മിനിമം ചെറിയ ബോട്ടൊന്നും ഇല്ല, കാണുമ്പോൾ ചെറിയേ ഉള്ളൂ. ഒരു 10-98 ലക്ഷം റുപ്യന്റെ ബോട്ടാണ്. 98 ലക്ഷം. ഇവിടെ ഒരു 99 ലക്ഷത്തിന്റെ ഏറ്റവും ടോപ്പ് ഒരെണ്ണമുണ്ട്. പിന്നെ താഴോട്ട് വരും 80 ലക്ഷം, 68 ലക്ഷം. 68 താഴോട്ട് മാക്സിമം കുറവാണ്, വിരല് കുറവാണ്. ഫൈബറാണ് നമ്മൾ അവിടുത്തെ ഇരുമ്പ് ബോട്ട്, അങ്ങനെയല്ല, ഫൈബർ വെച്ചിട്ട് ചെയ്ത് പോകുന്ന. ഫൈബറിന്റെ ആ റെസീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല റേറ്റാണ്. ഒരു ക്യാൻ എടുക്കുവാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 5000 മേലെ ഉണ്ടാവും ഒരു ക്യാൻ. അങ്ങനത്തെ ഒരു 10, 100, 150, 200 അങ്ങനെ. അതിന് തന്നെ അവിടെ പൈസ പോയി. അങ്ങനെയൊക്കെയാണ്. ഈ മീൻപിടുത്തമാണ് നമ്മുടെ മുൻകാലങ്ങളിൽ ലക്ഷദ്വീപിലെ ഏറ്റവും ടോപ്പ്. കൂടുതലായിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർ ഇവിടെയായിരുന്നു, അഗത്തിയിൽ. ഓരോ വീടുകളിൽ ഓരോ ബോട്ടുകളാണ് ഏകദേശം മുൻകാലങ്ങളിൽ. അത്രയും രീതിയിൽ ചെറിയ ചെറിയ ബോട്ടാണ്. ഇത് സംഭവം ഒന്നുമില്ല, ഇപ്പോഴാണ് ഈ പറഞ്ഞ ബോട്ടൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഇൻകം അതായിരുന്നു. ആദ്യമൊക്കെ നമ്മളിവിടെ മീൻ ചൂര പിടിക്കുന്നതെന്ന് പറയുമ്പോൾ അതന്നെ ഒരു വലിയ സംഭവമാണ്. ഗൾഫിൽ പോകുന്ന നിങ്ങളവിടെ ചൂര പിടിക്കണമെന്ന് പറഞ്ഞാൽ നല്ല പൈസ. ഇപ്പൊ നമ്മളെ നാട്ടില് സിസ്റ്റം മാറി, ഗൾഫ് പോകുന്ന ഒക്കെ മാറി. ഇപ്പൊ നാട്ടില് ബിസിനസ് എന്ന് പറയുന്ന കുറച്ചും കൂടി
ഇപ്പോഴാണ് ഇപ്പൊ ടൂറിസത്തിന്റെ ഒരു രീതിയിലോട്ട് ആൾക്കാർ പോകുന്നത്. പക്ഷെ എന്നാലും മീൻ പിടിക്കാതെ ഒരു സുഖമില്ല പിള്ളേർക്ക്. ശരിയാ. ഞാൻ എന്നാലും മീൻ പിടിക്കുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചീനു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ എന്തായാലും ഉണ്ടാവും, മീൻസ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. ചിലപ്പോ കാണാൻ പറ്റും, ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ. അല്ല, ഫിഷിങ്ങിന് പോയി കാണാൻ പറ്റുന്ന സൗകര്യം എന്തായാലും കുറവാണ്. ഇത് പള്ളിയാണ് ഇവിടുത്തെ പള്ളികളാണ്. പള്ളികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. റോഡ് സൈഡിൽ പള്ളികളുണ്ടാവും, ഉൾഭാഗത്തോട് പള്ളി ഉണ്ടാവില്ല. റോഡ് സൈഡിൽ ഇവിടെ ഈ അമ്പലം ഇവിടെ ഇല്ല. അമിനി ഐലൻഡ്, കവരത്തി ഐലൻഡിലൊക്കെ അമ്പലമുണ്ട്. എന്ന് വെച്ച് മുസ്ലിങ്ങളായിട്ടൊന്നുമല്ല, വരുന്നവർക്കായിട്ട്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന, ഇവിടുത്തെ കേരളത്തിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട്. അവരൊരു ബ്രാൻഡ് നെയിമാണ്. എന്ന് വെച്ചാൽ അവര് അവിടെ റെന്റിന് വണ്ടി കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സീസണില് മറ്റേ നമ്മുടെ ഇത് എടുക്കുന്നില്ലേ, മറ്റേ നൈറ്റ് ഹണ്ടിങ്, ഫിഷ് ഹണ്ടിങ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അവരെടുക്കുന്ന അവരാ. ഈ പവർ ഹൗസാര് നമ്മള് കേബിള് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കേബിളൊക്കെ അടി കൂടിയാ പോയേക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും കാണൂലല്ലോ, എവിടെയും കേബിള് മുകളിൽ കാണൂല. വീടുകളോട്ട് പോയാൽ ആ ഒരു വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം അടി കൂടി പോയത്. ലഗോണോ? ലഗൂൺ, ഞാൻ പറഞ്ഞു ലഗൂൺ. ലഗൂൺ ബീച്ചിലേക്കാ ഗൈസ് അടുത്ത് നമ്മൾ പോകുന്നത്. അതെ, മറ്റേ ലഗോൺ ചിക്കൻ എന്നൊക്കെ. അതെ, ഞാൻ പെട്ടെന്ന് ലഗോൺ ഇവിടെ സ്നാക്സ് ഒക്കെ ഉള്ള ഷോപ്പ്. ഇവിടെ ചിക്കൻ കുറവാ. ചിക്കൻ ഉണ്ട് ഇവിടെ, ഫാം ഒക്കെ ഉണ്ട്, പ്രൈവറ്റ് ഫാം ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ വിരിപ്പിച്ച് മുട്ട വിരിപ്പിച്ച് ഇവിടെ തന്നെ ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾക്ക് മീൻ ബിരിയാണി കിട്ടി. ഇവിടെ മെയിൻ മീനായിരിക്കുമല്ലോ അല്ലേ? മീനായിരിക്കും, പക്ഷെ ഈ ടൈമിൽ മീനൊന്നും ഇറങ്ങാൻ അറിയിക്കോ. ഞാൻ വേണം വണ്ടി മാറി എന്നെ ആവശ്യമില്ല. ഞങ്ങൾ അതിന്റെ സ്ഥലം കഴിഞ്ഞ് ആയിക്കോട്ടെ, ഞങ്ങൾ വരാം. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോ ലഗൂൺ ബീച്ചിലെത്തി. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. ഗായ്സ്, അങ്ങനെ നമ്മളെ അടുത്ത ബീച്ചിലെത്തി. ഈ ബീച്ചിന്റെ പേരെന്തായിരുന്നു? ശരിയാ. നമ്മള് ചായ കുടിച്ചാലോ? വരി, ചായ കുടിക്കാം. വരി. ഇവിടെ ഗൂഗിൾ പേ ഉണ്ടാവില്ലേ? നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാൻ ഗൈസ്. ഇവിടുത്തെ സ്പെഷ്യലുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു കപ്പിൾസ് പോയിരിക്കുന്നവർക്ക് നമുക്ക് എപ്പോഴും അതിൽ ഇരിക്കാൻ പറ്റുക. ഇവിടുത്തെ ലഡു കാണിച്ചു തരാം. അത് നാരങ്ങ സോഡയാ? അല്ല, ലൈമാണോ? എടുക്കട്ടെ? എടുക്കണ്ട, എന്റെ പെർമിഷൻ ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്നില്ല. ഇത് 3 എണ്ണം ഉണ്ട് ഇതില്. ബാക്കി എല്ലാത്തിനും 2 എണ്ണല്ലേ? ഞാൻ അടുത്തൊക്കെ 3 എണ്ണം. യൂട്യൂബ് കാണിക്കട്ടെ? ഞാന് കാണിക്കട്ടെ? എന്റെ പേരെന്താ? ഇനി മറിയൊക്കെ ജനിക്കാതെ പോയ ബ്രദറാ. മറിയന്റെ സെയിം കളിയാണ് എനിക്ക്. ഇല്ല, മറിയ മറ്റുള്ള അടുത്ത് അകത്തേക്ക് പോയി ഭാഗ്യത്തിന്. മിക്കവാറും അരിയുണ്ട്. ഞാൻ ഒരു തേങ്ങ മുട്ടായാന്നോ? ഇതാണ് ഇവിടുത്തെ ദീപുണ്ട് ഗൈസ്.
നല്ല ബൈക്ക് കിട്ടിയ സുഖമായിരുന്നു. ചായ കിട്ടി, സ്നാക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സംസാരിച്ചിരുന്ന് ഇപ്പം ദാ റൂമിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് ഇന്ന് രാത്രിയേക്ക് എന്തൊക്കെ നോക്കാം. ഇതൊന്ന് ഓപ്പൺ ആക്ക്. ഇത് അത് കണ്ടിയില്ല. ചപ്പാത്തി, നെയ്ച്ചോറ്. കൈയിടല്ലേ? ചോറാ? ഹായ്, ബിരിയാണി മസാല പോലത്തെ മസാല. ഇത് നെയ്ച്ചോറ് തന്നെയാണ്. മീയപ്പോ ചെറുപയറ്, പിന്നെ ഇവിടെ ഇതുണ്ടേ, ഇവിടുത്തെ ചോറ്.